യുദ്ധ കുറ്റകൃത്യങ്ങൾ, വംശഹത്യ എന്നീ കുറ്റങ്ങൾ ചുമത്തിയവരെ വിചാരണ ചെയ്യുന്ന ഹേഗിലിന്റെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരായ അറസ്റ്റ് വാറന്റിൽ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് 9 രാജ്യങ്ങൾ. ഗാസയിലെ അവരുടെ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പലസ്തീനിലെ അധിനിവേശം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇസ്രയേലിനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ബെലീസ്, ബൊളീവിയ, കൊളംബിയ, ക്യൂബ, ഹോണ്ടുറാസ്, മലേഷ്യ, നമീബിയ, സെനഗൽ, ദക്ഷിണാഫ്രിക്ക എന്നിവർ ഇസ്രയേലിലേക്ക് ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും വിതരണം ചെയ്യുന്നത് തടയുമെന്നും അറിയിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര നിയമം ലംഘിക്കുന്നതിനും അതുപോലെ സൈനിക ഇന്ധനമോ ആയുധങ്ങളോ ഇസ്രയേലിലേക്ക് കൊണ്ടുപോകുന്ന അവരുടെ കപ്പലുകളുടെ തുറമുഖങ്ങളിലെ ഡോക്കിങ്ങും അത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കും. ബന്ധപ്പെട്ട അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനങ്ങളിൽ മാനുഷിക നിയമം, അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമം, പലസ്തീനിലെ വംശഹത്യ നിരോധനം എന്നിവ ഉൾപ്പെടുന്നുവെന്ന് ഹേഗ് ഗ്രൂപ്പ് അതിന്റെ ഉദ്ഘാടന ദിനമായ വെള്ളിയാഴ്ച പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി എന്നിവയുടെ വിധികളോടുള്ള ഇസ്രയേലിന്റെ സമീപനമാണ് അതിന്റെ തീരുമാനത്തിന് പ്രചോദനമായതെന്ന് പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയെയും അതിന്റെ അന്താരാഷ്ട്ര കോടതികളെയും ഇസ്രയേൽ പൊതുവെ മുൻവിധിയോടെയാണ് വീക്ഷിക്കുന്നത്. പലസ്തീൻ പ്രദേശങ്ങളിൽ ഇസ്രയേൽ അധിനിവേശം നടത്തുന്നത് നിയമവിരുദ്ധമാണെന്ന ICJയുടെ ജൂലൈ വിധിയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. യഹൂദ ജനത നിത്യ തലസ്ഥാനമായ ജെറുസലേമിലോ ചരിത്ര ജന്മദേശമായ ജൂഡിയയിലും സമരിയയിലും ഉൾപ്പെടെ അവരുടെ സ്വന്തം ഭൂമിയിൽ അധിനിവേശക്കാരല്ല എന്നാണ് നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരായ വാറന്റുകൾക്കും ICCയുടെ അനുമതി നൽകാനുള്ള ബിൽ US ഫെഡറൽ നിയമനിർമ്മാണ സഭയിൽ റിപ്പബ്ലിക്കന്മാർ പാസാക്കാൻ ശ്രമിച്ച സാഹചര്യത്തിലാണ് ഹേഗ് ഗ്രൂപ്പിന്റെ രൂപീകരണം.